സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിമതന്മാരുള്ളത് കോഴിക്കോട് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിലാണ്. UDF സ്ഥാനാർത്ഥിയായ VN സുഹൈബിനെതിരെ ഡമ്മി സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല വിമതന്മാരെ കൂടി സുഹൈബ് നേരിടേണ്ടി വരുമോ? സിനോസ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കാരശ്ശേരി ഡിവിഷനിൽ നിന്ന് UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ VN സുഹൈബ എന്ന കൊച്ചുമോനാണ്. എനിക്കൊപ്പം കൊച്ചുമോനുണ്ട്. പക്ഷേ ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിമതശല്യം ഉള്ളത് സുഹൈബിനായിരിക്കും. പേടിയുണ്ടോ വിമതന്മാരെ? പേടിയൊന്നുമില്ല. പക്ഷേ വിമതർ ഉണ്ടാവില്ല. എല്ലാവരും പാർട്ടി വിധേയരാണ്. പാർട്ടി അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ വിജയസാധ്യത നോക്കിയിട്ടാണല്ലോ പ്രഖ്യാപിക്കുക സ്ഥാനാർത്ഥിത്വം. വിമതന്മാർ എന്ന് പറയാൻ പറ്റൂല. പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ്. അവരൊക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള നേതാക്കന്മാർ തന്നെയാണ്. പരിചയമുള്ള ആളുകളാണെങ്കിലേ പറയുമ്പോൾ ചിലപ്പോൾ വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. വെള്ളയിട്ട് ഇറങ്ങുക, ഇലക്ഷൻ സമയത്ത് മാത്രം ഇറങ്ങുന്ന ആളുകൾ, പണക്കാരൻ, സമരമുഖത്തൊന്നും തന്നെ ഇല്ല, അങ്ങനത്തെ ആരോപണമൊക്കെയാണ് ഉന്നയിക്കുന്നത്. അത് അവർ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ പറ്റിയാണെന്ന്. ഞാൻ പുതിയതായിട്ട് വന്നതല്ല. ഞാൻ വാർഡ് പ്രസിഡന്റ് മുതൽ മണ്ഡലം സെക്രട്ടറി, നിയോജകമണ്ഡലം സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെയും ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറിയും പോരാതെ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡെലിഗേറ്റും, അതിലുപരി കഴിഞ്ഞ ടേമിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇലക്ഷനിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ഈ പ്രാവശ്യം ഇലക്ഷനിൽ കൂടെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഒന്ന്. അതുപോലെ തന്നെ സമരമുഖം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും ഇവിടെ ജില്ലാ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി വന്നതാണ്. അത് എന്ന് പറഞ്ഞാൽ കാരശ്ശേരിയിലെ ഒരു ഗെയിൽ സമരമാണ്. ഒരുപാട് ആളുകൾ പ്രതിയായിട്ടുള്ള ഗെയിൽ സമരം. ഈ 8 വർഷമായിട്ടും ഞാൻ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു. 2015 മുതൽ 20 വരെ ഇതേ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. സോഷ്യൽ മീഡിയ അല്ലല്ലോ പാർട്ടി സംവിധാനം. കാരശ്ശേരിയിലെ ജനങ്ങൾ അത് 90%, 100% എന്നെ അറിയും, അവരെ എനിക്കും അറിയും. സോഷ്യൽ മീഡിയ വോട്ടായി മാറൂലല്ലോ. പിന്നെ സമ്പന്നൻ എന്നുള്ളത്, സമ്പന്നന്റെ ലിമിറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പഴയ കോഴിക്കോട് അവ്യക്ത കോഴിക്കോടിന്റെ പ്രസിഡന്റ് വയലിൽ മൊയ്തീൻ കോയ ഹാജി എന്റെ പിതാവിന്റെ സഹോദരനാണ്. അങ്ങനത്തെ ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. മാന്യമായി ജീവിക്കാൻ ബിസിനസ് തെറ്റല്ല, അത് ചെയ്യുന്നുണ്ട്. പാർട്ടി എന്താണോ പറയുന്നത് അത് ശിരസ വഹിക്കും, അതിലൊരു സംശയവുമില്ല. ഇനി എന്നെ മാറ്റിയൊരു സ്ഥാനാർത്ഥി വന്നാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുന്നിൽ നിന്ന് ഇറങ്ങും. എനിക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ 1 വോട്ട് അധികം പിടിക്കാൻ അദ്ദേഹത്തിന് നേടിക്കൊടുക്കാനും ഞാനുണ്ടാവും. ഏതായാലും കാരശ്ശേരി സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിന്റെ. സുഹൈബ് പറയുന്ന പോലെ പാർട്ടി പറയുന്നത് അനുസരിക്കും എന്ന് പറയുന്നത്. ഇനി 2 ദിവസം സമയമുണ്ട്. നേതാക്കളൊക്കെ തന്നെ ഇടപെടുന്നുണ്ട്. വിമതന്മാരുടെ പത്രിക പിൻവലിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യണം. ഏതായാലും കാത്തിരുന്ന് കാണാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.